വരുന്നവർ എല്ലാം ഒറ്റക്കെട്ടായി ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുമോ? എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തിരിക്കുകയാണ് അനീഷും അനുമോളും കൂടി. ഷാനവാസും ആദ്യം തമ്മിൽ വീണ്ടും തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവം പറയാം. ഡേ 93 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. രാവിലെ 8 മണിക്ക് തന്നെ മോർണിംഗ് സോങ് വരുന്നു. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് ഒരു തമിഴ് സോങ് ആണ്. ജിങ്ക് ചിക്ക ജിങ്ക് ജിങ്ക് ചിക്ക പറഞ്ഞൊരു പാട്ടാണ്. എല്ലാവരും രാവിലെ ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഹാപ്പിയൊക്കെ ആയിട്ടിരിക്കുന്നു. ദെൻ അതിനുശേഷം അനീഷും അനുമോളും പുറത്ത് ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് രണ്ടുപേരും കൂടി ഒന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എനിക്ക് ഒരു പ്രണയം തോന്നി, അത് ഞാൻ പറഞ്ഞു, പക്ഷേ അനുവിന് എന്നോട് അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി, തിരിച്ച് ഇഷ്ടമുണ്ടാകുമെന്ന് ഞാൻ കരുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ തമാശയ്ക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല, എനിക്ക് തോന്നിയിരുന്നു, പക്ഷേ അത് മാറി, അതുകൊണ്ടാണ് ചാപ്റ്റർ എൻ്റെതാക്കിയത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അനീഷ് സോറി അനുമോൾ, ക്ഷമിക്കണം എന്നോട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അനുമോളോട് സോറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നുമില്ല, സ്നേഹം തോന്നുന്നത് ഒരു തെറ്റായ കാര്യമല്ല, വളരെ നല്ല കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. 13 വർഷം മുൻപാണ് എന്നോട് ഇഷ്ടം പറഞ്ഞത്, അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്, സന്തോഷമുണ്ട്, പക്ഷേ ഞാൻ ചേട്ടനെ ഒരു ബ്രദറായിട്ടാണ് കണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും നല്ല രീതിക്ക് സംസാരിച്ച് ആ വിഷയം അങ്ങ് സോൾവ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ പിരിയുന്നു. ദെൻ അതിനുശേഷം അനീഷും അനുമോളും കിച്ചണിൽ നിൽക്കുന്ന ജോലി ചെയ്യാണ്. നെവിനും അവിടെയുണ്ട്, അക്ബർ അപ്പുറത്തിരിപ്പുണ്ട്. എന്നിട്ട് നെവിനും അക്ബറും കൂടിയിട്ട് ഇവർ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രണയപ്പാട്ട് പാടുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറാണ് പാടുന്നത്, എൻ്റെ പ്രണയത്തിൻ താജ്മഹലിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടുന്നുണ്ട്. അതിനുശേഷം നീലാകാശ ചെരുവിൽ എന്ന് പറഞ്ഞിട്ട് ഇവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പാടുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അനീഷിന് ബ്ലഷ് അടിക്കുന്നുണ്ട്, പക്ഷെ അനുവിന് ഒരു കുലുക്കുമില്ല. അനു നെവിനെ അങ്ങനെ നോക്കുന്നുണ്ട്, ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അതിനുശേഷം റേഷൻ വരുന്നു. എല്ലാവർക്കുള്ള റേഷനാണ് വന്നിരിക്കുന്നത്. കൂടുതൽ റേഷൻ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ചായ കപ്പ് വരെ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ആണ് കൊടുത്തുവിടുന്നത്. അപ്പോൾ കണ്ടസ്റ്റൻസ് കൂടുതൽ, അതായത് പഴയ കണ്ടസ്റ്റൻസ് ഒക്കെ തിരിച്ചു വരുന്നു എന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവരെ കാത്തിരിക്കുകയാണ്. ആരൊക്കെയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാനി വരുന്നുണ്ട്, സരിക വരുന്നുണ്ട്, ശാരിക വരുന്നുണ്ട്, അതുപോലെ തന്നെ ബിൻസി, ശൈത്യ, മുൻഷി ഇവരൊക്കെ വരുന്നുണ്ട് ഇന്ന്. എന്തായാലും ആദ്യം 3 പേരായിരിക്കും കയറുക, പിന്നീടായിരിക്കും ബാക്കി 3 പേര് കയറുക. അങ്ങനെയാണ് അറിഞ്ഞത്. ഓക്കെ, ഇവർ 3 പേരും വരുന്ന ഒരു പ്രൊമോ വന്നിരുന്നു. അതായത് അപ്പാനി വരുന്നത് പുലിക്കളിയായിട്ടാണ്, മെയിൻ എൻട്രൻസ് വഴിയാണ് വരുന്നത്. ശാരിക വരുന്നത് കൺസ്ട്രക്ഷൻ റൂമിലൂടെയാണ്. പിന്നെ സരിക വരുന്നത് നമ്മുടെ സ്റ്റോർ റൂം വഴിയാണ് വരുന്നത്. ദെൻ ഇനി ലൈവ് അപ്ഡേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരുന്നു. ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു, നല്ല രസകരമായിട്ടുള്ളൊരു മോർണിംഗ് ആക്ടിവിറ്റി തന്നെയായിരുന്നു. വീട്ടുകാർ ഓരോരുത്തരുമായി വന്ന് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ടാഗ് ലൈൻ കൊടുക്കുക എന്നുള്ള മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആദ്യം അനീഷ് വന്നിട്ട് പറയുന്നുണ്ട്, അക്ബറിനാണ് ടാഗ് ലൈൻ കൊടുക്കുന്നത്, അതായത് പാട്ടും ജീവിതവും എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഷാനവാസ് വന്നിട്ട് നെവിനാണ് ടാഗ് ലൈൻ കൊടുക്കുന്നത്, കുട്ടികളെ തോഴൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗ് ലൈൻ കൊടുക്കുന്നത്. അക്ബർ വന്നിട്ട് അനീഷിനാണ് ടാഗ് ലൈൻ കൊടുക്കുന്നത്, ഒഴുക്കിനെതിരെ നീന്തിയവൻ എന്നൊക്കെയാണ് ടാഗ് ലൈൻ കൊടുത്തിട്ട് പറയുന്നത്. അതിനുശേഷം നമ്മുടെ നൂറ വരുന്നു. നൂറ വന്നിട്ട് അനുവിനാണ് ടാഗ് ലൈൻ കൊടുക്കുന്നത്, കർച്ചിൽ റാണി എന്നാണ് പറയുന്നത്. നെവിൻ വരുന്നു. നെവിൻ വന്നിട്ട് നൂറയ്ക്കാണ് ടാഗ് ലൈൻ കൊടുക്കുന്നത്, സ്ട്രോങ് വുമൺ അല്ലെങ്കിൽ ഉരുക്ക് പെണ്ണ് എന്നൊക്കെയാണ് പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷം അനു വന്നിട്ട് അതിലേക്ക് ടാഗ് ലൈൻ കൊടുക്കുന്നു, അയൺ ലേഡി എന്നാണ് പറയുന്നത്. അതിനുശേഷം ആദില വരുന്നു. ആദില വന്നിട്ട് ഷാനവാസിനാണ് കൊടുക്കുന്നത്. ഇവിടെയാണ് ഷാനവാസിനെ പൊട്ടുന്നത്. ഷാനവാസിന് മനസ്സിൽ കൊള്ളുന്നത് ഇവിടെയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഗ് ലൈൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, മുൾച്ചെടികളിൽ ഊഞ്ഞാലാടും ഷോനവാസ് എന്നാണ് പറയുന്നത്. ഷോനവാസ് എന്ന് വിളിച്ചത് ആർക്ക് പിടിച്ചില്ല? ഷാനവാസിന് പിടിച്ചില്ല. ഇതാണ് പിന്നീട് പ്രശ്നമാകുന്നത്. ഓക്കെ, അതിനുശേഷം അനീഷും ഷാനവാസിൽ നിന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എന്നെ ഷോനവാസ് എന്ന് ആദില വിളിച്ചു, ഞാൻ അവരെ അങ്ങനെയൊന്നല്ല കണ്ടത്, ഞാൻ അവരെ വളരെ നല്ല രീതിയിൽ ചേട്ടനായിട്ടും അതുപോലെ തന്നെ അച്ഛനായിട്ടും പ്ലംബറായിട്ടും ബാർബറായിട്ടും ഒക്കെയാണ് എല്ലാമായിട്ട് ഞാൻ നിന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ എന്നെ അവർ അടിച്ച് വെളിയിലാക്കി എന്ന് പറയുന്നു. ഇതൊന്നും ഞാൻ മറക്കത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഷാനവാസേ അതൊക്കെ പോട്ടെ, അത് ഗെയിമിൻ്റെ ഭാഗമായി പറഞ്ഞതല്ലേ,
നമ്മൾ തമ്മിൽ എത്രയോ തവണ വഴക്കിട്ടു, അത് നമ്മൾ ഓർത്തു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ കള എന്ന് പറയുന്നു. അപ്പം ഷാനവാസ് പറയുന്നു, ആര് ഓർത്തു വെച്ചിട്ടില്ല എന്ന്? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനൊന്നും മറക്കില്ല അനീഷേ. നീ എന്നോട് വഴക്കിട്ടതും വഴക്ക് കൂടിയതും അതുപോലെ തന്നെ സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഞാൻ ഒന്നും മറക്കില്ല, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. അതിനുശേഷം കുറച്ച് കഴിയുന്നു, നമ്മുടെ ആദിലയും അക്ബറും ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഫേക്ക് ആണെന്ന് നിനക്ക് തോന്നുന്നത് ആരെയാണ് ആദിലാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, അതാരാ? ഷാനവാസൊക്കെയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, ചെറുതായിട്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഫേക്ക് ആണെന്ന കാര്യം എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ നൂറെ അനുമോളും അകത്തിരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫിനാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അനു പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് നെഗറ്റീവ് ആകുമോ എന്ന കാര്യം പേടിയുണ്ടെന്നൊക്കെ നൂറയോട് പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, നീ അതിനെ ഭയക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അനു പറയുന്നുണ്ട്, പിന്നെ അത് ഭയക്കുന്നുണ്ട്, നെഗറ്റീവ് ആകുമോ എന്തോ. എനിക്ക് നെഗറ്റീവ് ആയാൽ എന്ത് കാര്യം വെച്ചിട്ടായിരിക്കും നെഗറ്റീവ് ആകുന്നത്? എനിക്കറിയണം, എനിക്ക് വ്യക്തമായ ഉത്തരം വേണം, ഞാൻ എങ്ങനെ നെഗറ്റീവായി എന്ന് പറയുന്നു. അപ്പം അതിനുശേഷം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അതിനുശേഷം നൂറയും ആദിലയും കൂടി ഇത് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും സംസാരിച്ചിരിക്കുന്നുണ്ട്. അതായത് നൂറയോട് ഭയങ്കര ദേഷ്യമായിട്ടാണ് നമ്മൾ ആദിൽ സംസാരിക്കുന്നത്. കാരണം നൂറയ്ക്ക് ആദിലേക്ക് എന്തെങ്കിലും വിഷയം കിട്ടിയാൽ മതിയല്ലോ, അത് മൊത്തം തീർക്കുന്നത് നമ്മുടെ നൂറയുടെ മേത്തായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്ന ഇടയിൽ നമ്മുടെ ആദിൽ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ പഴയ കണ്ടൻസൻസ് വരുന്നത്. അപ്പാനി, ഷാരിക, സരിക ഇവരൊക്കെ ബിഗ് ബോസ് വീട്ടിൽ വരുന്നുണ്ട്. ആദ്യം വരുന്നത് അപ്പാനിയാണ് വരുന്നത്. അപ്പം അപ്പാനി വരുമ്പോഴുള്ള ഇൻട്രസ്റ്റ് സോങ് ഇങ്ങനെയാണ്, മാരി 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 പറഞ്ഞിട്ടുള്ള പാട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് സോങ് കൂടി അപ്പാനി വരുന്നു. അപ്പാനി മറ്റേ പുലിയുടെ മുഖമൊക്കെ വെച്ചിട്ടാണ്, അങ്ങനെയാണ് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് വരുന്നത്. എനിക്കിതൊന്നും വേണ്ടടാ എന്നൊക്കെ വന്നിട്ട് വലിച്ചെറിയുന്നു. അതിനുശേഷം ബിഗ് ബോസ് വീട്ടിൽ വരുന്നു. അപ്പോൾ പിന്നീട് അപ്പാനി എല്ലാവരോടും സംസാരിക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷേ മാറി ഇരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാവരും അങ്ങനെ അടുപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, അക്ബറും ഞാനും എനിക്ക് അക്ബറും എന്ന അങ്ങനെയായിരുന്നു അപ്പാനി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സൈബർ പുള്ളിങ് ഒക്കെ എങ്ങനെയുണ്ട്, ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ ബിഗ് ബോസ് നമ്മുടെ ശരത് സ്വാഗതം ബിഗ് ബോസ് വീട്ടിലേക്ക് എന്ന് പറയുന്നു. അപ്പോൾ പുറത്തെ കാര്യങ്ങൾ പറയരുത്, നിങ്ങൾ ചോദിക്കുമരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബറിനെ കൂടെ ഞാൻ കടത്തില്ല, കാരണം അക്ബർ മയക്കം മാറ്റിയല്ല എന്നോട് ചോദിക്കും. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട്, എല്ലാവരും അടിപൊളിയായൊക്കെ കളിക്കുന്നുണ്ട്, പിന്നെ ഫസ്റ്റ് സെക്കൻഡ് അതനുസരിച്ച് എല്ലാം മാറി മറിഞ്ഞു വരും എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും മെലിഞ്ഞു വിട്ടോ? അപ്പോൾ നെവിൻ ചോദിക്കുന്നുണ്ട്, ഞാനോ? അപ്പോൾ അപ്പാനി, നീ തടിച്ചു പക്ഷേ കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെള്ളം കോരി ഒഴിച്ചതൊക്കെ എങ്ങനെയുണ്ട്, പുറത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മദർ സുപ്പീരിയർ ആയിരിക്കുന്നത് കണ്ടില്ലേ, അനുവിനെയാണ് പറയുന്നത്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അപ്പോൾ അനീഷിനെ കളിയാക്കിയതാണ്. അനീഷിനോട് പറയുന്നുണ്ട്, എന്തുവാടാ നമ്മുടെ ഏരിയയിലുള്ള കൊച്ചിനെ പിടിക്കുന്നൊക്കെ എന്ന രീതിയിൽ കളിയാക്കിയിട്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അനീഷ് അതിന് തക്കതായ മറുപടിയും കൊടുക്കുന്നുണ്ട് നമ്മുടെ അപ്പാനിക്ക്. അപ്പോൾ അതിനുശേഷം അപ്പാനി പറയുന്നുണ്ട്, ആരോപണമൊക്കെ ഉണ്ടാകും, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കുന്നുണ്ട്, ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ചേട്ടാ, അങ്ങനെയൊക്കെ ആരോപണമൊക്കെ ഉണ്ടോ, നെഗറ്റീവ് ഒക്കെ ഉണ്ടോ? അപ്പോൾ ബിഗ് ബോസ് വീണ്ടും വാണിംഗ് കൊടുക്കുന്നുണ്ട്, അതെ പറയേണ്ടതില്ലല്ലോ അന്നും പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. കുറേ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ സരികയും ഷാരിയൊക്കെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലകത്ത് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബിൻസി വരും, ശൈത്യ വരും, മുൻഷി വരും. ഇവരൊക്കെ വരട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. വരും മണിക്കൂറുകൾ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം. അതിനായി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.